പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇന്ന് കോവിലിൽ പോയില്ല, അപ്പോഴും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകണം. നമ്മുടെ കോവിലിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ 2 നേരം പോകണം. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് ഒടുക്കം പോയിട്ട് പിന്നെ അപ്പോഴവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ വരാമല്ല എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇന്ന് പോയില്ല. അങ്ങനെയാണ് രാവിലെ വീട്ടിൽ ഇവിടെ പിന്നെ പണിയൊന്നും ചെയ്തില്ല കേട്ടാ. രാവിലെ വെച്ച് കുറേ നേരം ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ട്. രാവിലെ ആകുമ്പോൾ എനിക്ക് രാവിലെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല ഇഷ്ടം. ഇങ്ങനെ കുറേ നേരം ഈ ചെടിയും പൂവ് ആ കോളാമ്പി ചെടീനെയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ ഇങ്ങനെ നോക്കിയിരിക്കാൻ. പിന്നെ ഇനി 10 മണിയാവും ഇന്ന് പോകുമ്പോൾ. പോയിട്ട് ഇപ്പം പിന്നെ അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 11:30 ആകുമ്പോൾ സദ്യ കൊടുക്കും. പിന്നെ അപ്പം അത് കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് വരാമല്ല. അങ്ങനെ വിചാരിച്ചാന്ന് രാവിലെ പോവാത്തത്. ഇനി കുറേ പണിയുണ്ട് വീട്ടിൽ, അതും കൂടെ ചെയ്തിട്ട് കുളിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച്. ഞാൻ കോവിലിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടാ. ഇത്രയും പൂ കിട്ടി, തീരാറായിട്ടാ. നാളത്തേക്ക് ഇനി കുറച്ച് ഒരു 4-5 മുട്ടയേ ഉള്ളൂ. കുറേ ദിവസം കൊണ്ട് ഇത് കിട്ടിയല്ലേ, ഭയങ്കര ഇഷ്ടം പോകും. ഞാൻ വെച്ചില്ലെങ്കിൽ പിന്നെ അത് ഇവിടെ ഇരുന്ന് ഉണങ്ങി വെറുതെ പോകില്ല. അപ്പം പിന്നെ വിചാരിച്ച് കോവിലിൽ പോകുമ്പോൾ വെച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. ചന്തയിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടാ. ഒരെണ്ണം കൊച്ചു മീനാണ്, എൻ്റെ കാര. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴുകിയെടുക്കാൻ പിന്നെ കുറേ നേരമാവും. എന്തടി മീനിൻ്റെ മണം കേട്ടുകൊണ്ട് വേണ്ടി അടുപ്പി വെച്ച് കേട്ടാ. പിന്നെ കുറേ ദിവസം കൊണ്ട് ഇന്ന് പാല് വാങ്ങിച്ച്. ഇടയ്ക്കിടയ്ക്ക് പാല് വാങ്ങും. കോവിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ പാല് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ചായ കുടിക്കണമെന്ന് തോന്നി. വല്ലപ്പോഴെങ്കിലും ചായ കുടിക്കണ്ടേ. പിന്നെ അത് വെള്ളം കുടിക്കാൻ വേണ്ടി നവരയിലയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. നവരയിലയിട്ട് തന്നെ ഇപ്പോൾ ഞാൻ മുഖ്യ ദിവസം വെള്ളം തിളപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ കഫമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറും. ഇന്നാണ് പനി വന്നതിന് ശേഷം ചെറുതായിട്ട് കഫമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുടിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ച് കുടിക്കുമായിരുന്നു. അങ്ങനെ നമുക്കുള്ളത് ഞാൻ എല്ലാ ദിവസവും പറിച്ച് തീരുന്നു കേട്ടോ. ഇത് ഞാൻ പിന്നെ ഇന്നലെ മീൻ വാങ്ങാൻ ചന്തയിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ ഒരിടത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ ചായ ഇടണം. ചായ ഇട്ട് ദോശയും സാമ്പാറുമാണ്. എന്ത് ഇപ്പം വെച്ചതേ ഉള്ളൂ, ഇനി തിളയ്ക്കട്ടെ. ഇന്ന് അങ്ങനെ നമുക്ക് ദോശയും സാമ്പാറുമാണേ. അടുത്ത് ചായ ഇതാ എടുത്ത് വെച്ച്. അവൻ്റെ ചായ ഞാൻ അത് അവിടെ വെച്ച്. അവൻ എണീക്കുമ്പോൾ ചൂടാക്കി. ഞാൻ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ കഴിക്കും കേട്ടോ. കോവിലിൽ നിന്ന് വന്നത് ചായയൊക്കെ തേയില ഇട്ടിട്ട് കഴിക്കും. എടി എന്തടി നിനക്ക്? ചുമ്മാ എൻ്റെ കാല് തട്ടി എപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ ഞാൻ കഴിക്കട്ടെ. നിനക്ക് ദോശ വേണോ മോളെ? കുഞ്ഞു ദോശ വേണോ? ദോശ കൊടുത്താൽ കഴിക്കില്ല. അവൾക്ക് മീൻ വെച്ച് കൊടുത്താലേ കഴിക്കുള്ളൂ. അവിടെ പാത്രത്തിൽ ഞാൻ ചോറ് വെച്ചിരിക്കുകയാണ്, അത് കഴിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ ഇനി കഴിക്കട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഗുളിക കഴിക്കണുണ്ട്. ഇന്ന് നമുക്ക് മറ്റേ വള്ളിപ്പയറാണ് കേട്ടോ. ഇന്നലെ ഞാൻ ചന്തയിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വെച്ചിരുന്നു. അതിന് തോരൻ വെക്കണം. ഇതിന് നല്ലതായിട്ട് കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം തേങ്ങയൊക്കെ ഇടുള്ളൂ. ഇന്നലെ ആണെങ്കിൽ വിഴുക്കുരട്ടി. ഇത് വീട്ടിൽ നിന്ന് ഇങ്ങനെ അവർ നട്ട് പയർ ഇതായി കൊണ്ട് വെച്ചിരിക്കണം കേട്ടോ അവിടെ. അടുത്ത് മീനായി. മീൻ കറിയായി കേട്ടോ. ചോറ് വേറെ ആയി. ഇത് വേറെ അങ്ങനെ ഒഴിച്ചുകൂട്ടാനൊന്നും വയ്ക്കില്ല. മീനും തോരന് മാത്രമേ വയ്ക്കണുള്ളൂ. വാടി വന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം ഇടും. കുറച്ച് വേവട്ടെ. സിത്തുവാണെങ്കിൽ ചേട്ടനെ കണ്ട ചേട്ടൻ അടുത്ത് പോകത്തുണ്ടുള്ള ബഹളം കണ്ട. ചിരിക്കണണ്ട ചേട്ടാ അത് അവിടെ നിൽക്കണേ. പണി കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ച ആയില്ല കണ്ടിട്ട്, അതുകൊണ്ടായിരിക്കും. കണ്ട എന്തൊരു സ്നേഹം ഈ കള്ള സിത്ത്. ഉപ്പു കൈയുണ്ട്.
ദിവസം ചോറ് കൊടുക്കണേ, എന്നെ കാണുമ്പോൾ ഒരു സ്നേഹമില്ല. നീ ചിരിക്കണോ? നീ കള്ളിപ്പെണ്ണേ, ഞാനല്ലേ നിനക്ക് എന്ന് ചോറ് തരണേ? ഞാൻ തന്നെ നിനക്ക് എന്ന് ചോറ് തരണേ? ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഞാനാണ് പിന്നെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ചിരിക്കാൻ ചെയ്യല, എന്നെ കാണുമ്പോൾ ഈ സ്നേഹവുമില്ല. എന്താ സംസാരിക്കണണ്ട? എന്റെ സ്നേഹം കണ്ട നമ്മൾ മിണ്ടാപ്രാണികളെ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹം കിട്ടും കേട്ടാ. വിടണേ അവിടെന്ന്. നിനക്ക് ചോറ് പറഞ്ഞ എൻ്റെ അടുത്തൊരു സ്നേഹമില്ല. ഞാൻ പോണു ചായ ഇടാൻ പോട്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കും. അവത്ത് വിടല്ലേ, അത് വന്ന് കാലിൽ ഒന്ന് ഓടിയിടിക്കും. വേണ്ട ഭയങ്കര സ്നേഹം കണ്ടോ. നമ്മൾ ചോറ് കഴിക്കണേട്ടാ. നിങ്ങൾ കഴിക്കുന്നേ? ചോറ്, മീന്, അടുത്ത തോരൻ. രാത്രി നമ്മൾ വെളിയിലിരുന്നാണ് ടൈനിൻ്റെ അവളെല്ലാം പൊട്ടി കേട്ടോ. അതുകൊണ്ട് ഇവിടെ വെളിയിലിരുന്നാണ് രാത്രി ചോറ് കഴിക്കണത്. പിന്നെ എന്താണ് പറയും? ബാക്കിലിരിക്കണ ചോറ്. ബാക്കിൽ ആരെങ്കിലും ചോറ് വയ്ക്കൂ? ഫ്രണ്ടിലല്ലേ ചോറ് വയ്ക്കണം. മീൻ കേട്ടാ, മീൻ കറി, പയറ് തോരൻ. ഞാൻ നേരത്തെ വെച്ച കാണിച്ചല്ല, കഴിച്ചെല്ലാം തിന്നാ. ഞാൻ ഇത്ര ചോറും തന്നെ എടുത്താ. അതെങ്ങനെ കിണ്ടി വെച്ചിരിക്കണ. എനിക്ക് ചോറ് വയ്ക്കണ ഇഷ്ടമല്ല ഏട്ടാ. എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്നത് അമ്മളിലൊന്നുമില്ല. ഒന്നുമില്ല. ഇന്ന് തന്നെ എടുത്ത് എനിക്ക് കണ്ടോ. വരുമ്പോ വാങ്ങിച്ചോണ്ടോ ഞാനാ? വാങ്ങിച്ചോണ്ടായിരുന്നല്ലേ? ഞാൻ വന്ന വഴിക്ക് വരൊന്നും ഒന്നുമില്ല. റോഡിന്റെ ഇടയില് ഒന്നുമില്ലേ? ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിണ്ട്. ഹൈവേ ഇല്ലേ? അപ്പുറത്ത് കുഴി, ഇപ്പുറത്ത് കൊക്ക. അവിടെ കുഴിയും കൊക്ക ഇല്ലല്ലോ. വയല് ഒരു സൈഡ് വയല്, ഒരു സൈഡ് വാഴ. അപ്പൊ ഇനി അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതൊക്കെ അടുത്ത് വരുമ്പോ ഒരു കടയിരിക്കേണ്ട തരത്തില് കയറ്റം ഇറക്കില്ലേ? അങ്ങനെ എവിടെ ഒരിടത്ത് ഒരു കട ഇരിക്കണ. ആ കട ഇരുന്നപ്പോഴത്തേക്കും വണ്ടി അവിടെ നിന്നില്ല. പിന്നെ നേരെ വീട്ടിൽ വന്നു. പണ്ട് പറയും ബൈക്കായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ നിർത്തി വാങ്ങിച്ചിട്ടായിരുന്നു. ബൈക്ക് വാങ്ങണതിന് മുമ്പ്. ബൈക്ക് വാങ്ങിച്ചതിന്റെ അന്ന് തൊട്ടേ പറയും അവിടെ വന്നപ്പോ നിർത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവിടെ തിരക്കായിരുന്നു. ഇങ്ങനെ പറയുള്ളൂ. പണ്ടേ ഉള്ള ടൈലാണ്. കടയുടെ ഫ്രണ്ട് എത്തുമ്പോ വണ്ടി നിക്കണ്ടേ? നമുക്ക് ബൈക്ക് വാങ്ങണം തന്നെ പറയും. ബസ്സിൽ വന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ബസ് അവിടെ നിന്ന് കയറി ഇവിടെ ഒന്ന് ഇറങ്ങി. എന്റെ കയ്യിലിരിക്കുന്ന പൈസയല്ലേ തീർന്നു, അതുകൊണ്ട് വണ്ടി നിൽക്കില്ല അവിടെ. എന്നിട്ട് പറയും ബൈക്ക് വാങ്ങുമ്പോ നമുക്ക് എന്താന്ന് വേണമെങ്കിലും അവിടെ നിർത്തി വാങ്ങിച്ചിട്ട് വരാന്ന്. ബൈക്ക് വാങ്ങിച്ചതിന് ശേഷം ഇപ്പം പറഞ്ഞതല്ല പറയും. അത് ഓരോ സമയത്തിന് ഓരോന്നൊക്കെ പറയണ്ടേ? ശരി, പിന്നെ എല്ലാരും കഴിക്കും. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ പറയും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ്. എന്റെ മകൾ ചക്രവാണിയല്ല. എനിക്ക് വരൂല. വന്നില്ലെങ്കിൽ അവിടെ ഇരിക്കണം. ഹായ്. നിങ്ങൾ പഠിച്ച്